പ്രിയമുള്ളവരെ, വചനജ്വാല 1011 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 7 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 7-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടൊപ്പം ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8-ാം ദിവസം വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയ തിരുനാളായി നാം ആഘോഷിക്കുന്നു. ഈ പ്രത്യേക ദിവസം തെരഞ്ഞെടുത്തത് ഈശോ തന്നെയാണെന്ന് മർഗരീത്ത മറിയം അലക്കോക്ക് പുണ്യവതി സാക്ഷ്യപ്പെടുത്തുന്നു. ഫ്രാൻസിൽ വിസിറ്റേഷൻ മഠത്തിലെ ഈ സഹോദരിക്ക് 1673-75 കാലഘട്ടത്തിൽ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായിട്ടുണ്ട്. ഈശോ തന്റെ ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരലുകൊണ്ട് താങ്ങിപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത്. തിരുഹൃദയത്തിന്റെ ഞെട്ടിൽ ഒരു കുരിശുമുണ്ടായിരുന്നു. അതിന്റെ കടക്കൽ നിന്ന് സ്നേഹാഗ്നി ജ്വാല ഉയർന്ന് പൊന്തി കുരിശിനെ വിഴുങ്ങാൻ നിൽക്കുന്നത് പോലെയും ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീക്ഷ കൊണ്ടാണ് ഈ തിരുഹൃദയം ഇങ്ങനെ കാണപ്പെട്ടത്. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് യൂതിത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ആഗിയോറിനെ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആലോചനാ സംഘത്തിന് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് ആഗിയാറിനോടും മൊവാബിരോടും വിദേശികളുടെ മുൻപിൽ വെച്ച് പറഞ്ഞു, ആഗിയോറെ, എഫ്രായിം കൂലികളെ, ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? നബുക്കദ്നേസർ അല്ലാതെ മറ്റാരാണ് ദൈവം? അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്തു നിന്ന് നിർമാർജനം ചെയ്യും. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല. രാജസേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും. ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അവരെ അഗ്നിക്കിരയാക്കും. അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ചു മതിക്കും. വയലുകൾ അവരുടെ മൃതശരീരം കൊണ്ട് നിറയും. ഞങ്ങളുടെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. അവർ നിശേഷം നശിക്കും. ലോകം മുഴുവന്റെയും നാഥനായ നബുക്കദ്നേസർ രാജാവിന്റെ വചനമാണിത്. അവനാണ് സംസാരിക്കുന്നത്. അവന്റെ വാക്കുകൾ നിഷ്ഫലമാകുകയില്ല. എന്നാൽ ആഗിയോറെ, അമ്മോന്യരുടെ കുലിക്കാരനായ നീ ഇന്ന് പറഞ്ഞത് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവരുന്ന ഈ വംശത്തിന്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എന്റെ മുഖം ദർശിക്കുകയില്ല. ഞാൻ മടങ്ങി വരുമ്പോൾ എന്റെ സൈന്യത്തിന്റെ വാളും എന്റെ ഭൃത്യന്മാരുടെ കുന്തവും ഏറ്റ് ശരീരം പിളർന്നു നീ അവരുടെ വൃണിതരുടെ കൂടെ വീഴും. ഇപ്പോൾ എന്റെ അടിമകൾ നിന്നെ ആ മലമ്പ്രദേശത്ത് പാതകളുടെ സമീപത്തുള്ള നഗരങ്ങളിൽ ഒന്നിൽ പാർപ്പിക്കാൻ പോകുകയാണ്. അവരോടൊപ്പം നശിക്കുന്നതുവരെ നീ മരിക്കുകയില്ല. അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും വിശ്വസിക്കുന്നെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നതെന്തിന്? ഞാനാണ് പറഞ്ഞത്. എന്റെ വാക്കുകളിൽ ഒന്നുപോലും പാഴാവുകയില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന്
ന്യൂ മിനിസ്റ്ററിലെ വിശുദ്ധ റോബർട്ടിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കർമ്മലീത്ത സഭാ നവീകരണത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ആത്മമിത്രവും സഹകരണിയുമായ വാഴ്ത്തപ്പെട്ട അന്നയെയും കൂടി ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ്. ആവിലായിലെ അമ്മ ത്രേസ്യ ആരംഭിച്ച നവീകരണ മഠത്തിൽ ചേർന്ന അന്നയെ അമ്മ ത്രേസ്യ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിച്ചിരുന്നു. ആൻബേദെ തോർമാസിൽ അമ്മ ത്രേസ്യ മരിച്ചതും അന്നയുടെ മടിയിൽ കിടന്നാണ്. അന്നയുടെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനാശക്തിയും മുഴുവൻ നാട്ടുകാരും ആദരിക്കുകയും 1626 പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ ദിനം ഈ ലോകത്ത് നിന്നും യാത്രയായി. വിശുദ്ധ റോബർട്ടിനെയും വാഴ്ത്തപ്പെട്ട അന്നയെയും അതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം.